ഹായ്. ഞാൻ 2-3 വർഷം മുന്നേ കണ്ട ഒരു വെബ് സീരീസ് ഉണ്ട്. ഞാനീ ഒരു 2 ദിവസമായിട്ട് ആ വെബ് സീരീസിൻ്റെ പേരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇന്നാണത് കണ്ടുപിടിക്കാൻ പറ്റിയത്. നിർമ്മൽ പതക്കി ഗർവാപ്സി, അങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ. സോണി ലിവിൽ അവൈലബിൾ ആണ്. സോണി ലിവിൻ്റെ ഇന്ത്യൻ സീരീസുകളിൽ ഏറ്റവും നല്ല ഇന്ത്യൻ സീരീസുകളിലൊന്നാണ്. ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ നിർമ്മൽ പതക്കിൻ്റെ സ്റ്റോറിയാണ് ഇതിനകത്തിൽ കാണിക്കുന്നത്. നിർമ്മലിന് 3 വയസ്സുള്ളപ്പം അച്ഛൻ നിർമ്മലിനെയും കൊണ്ട് ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. തൻ്റെ ഗ്രാമമായിട്ടുള്ള ബീഹാർ വിട്ടിട്ട് ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 24 വർഷങ്ങൾക്ക് ശേഷമാണ് നിർമ്മലിന് ഇങ്ങനൊരു കാര്യം തോന്നുന്നത്. അതായത് തൻ്റെ ഗ്രാമത്തിലോട്ടൊന്ന് പോകണം, അല്ലെങ്കിൽ താൻ ജനിച്ച് വളർന്ന സ്ഥലങ്ങളൊന്ന് കാണണമെന്നൊരു ഒരു ഒരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ ട്രെയിനിലാണ് നിർമ്മൽ തൻ്റെ ഗ്രാമത്തിലോട്ട് പോകുന്നത്. വരുന്ന വഴിക്ക് ഇങ്ങനെ കുറേ നല്ല നല്ല ലൊക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടാണ് നിർമ്മൽ വരുന്നത്. അപ്പോൾ തനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, തൻ്റെ ഗ്രാമം എന്തുകൊണ്ട് അച്ഛൻ തൻ്റെ ഗ്രാമം വിട്ട് ഡൽഹിയിലോട്ട് പോയി, എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന് പിന്നിലെന്ന് അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഗ്രാമത്തിൽ വന്നപ്പോഴത്തേക്കും പ്രത്യേകിച്ച് അതിനൊരു റീസൺ ഉണ്ടായതായിട്ട് തുടക്കം തനിക്ക് തോന്നിയിട്ടില്ല. തൻ്റെ ഫാമിലി ആയിട്ടും ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര സിങ്കായിട്ടാണ് നിർമ്മൽ പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രാമമൊക്കെ കാണിച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ആ ഒരു സീരീസിലെ ഒരു ക്യാരക്ടറാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അങ്ങോട്ട് പോവാൻ തോന്നും. ആകെ ഒരു 6 എപ്പിസോഡേ ഉള്ളൂ ടോട്ടലി. അത് പോകുന്നതേ അറിയത്തില്ല. ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ അഡിക്റ്റ് ആയിട്ട് പോകും. അത്രയ്ക്ക് ഭംഗിയാണ്, അത്രയ്ക്ക് മനോഹരമാണ് ആ സീരീസ്. ഈ ഫാമിലി ആയിട്ട് നിർമ്മൽ ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലോട്ടും എത്തുന്നുണ്ട് ഈ സീരീസിൽ. അപ്പോൾ അതിനുശേഷമാണ് കൂടുതൽ ഇതിനകത്തിൽ എന്തൊക്കെയാണ് തൻ്റെ അച്ഛൻ നാട് വിട്ട് പോകാനായിട്ടുള്ളൊരു റീസണിലോട്ട് അവസാനം എത്തുന്നുണ്ട്. എന്തായിരിക്കും ആ റീസൺ? അതാണ് ടോട്ടലി ഈ വെബ് സീരീസ് പറയുന്നത്. ഭയങ്കര നാച്ചുറലായിട്ട് കോമഡി, അതുപോലെ തന്നെ ഫാമിലി എലമെൻറ്റ്സ്, സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാമത്തിലോട്ട് വരുന്ന ആൾക്കുണ്ടാവുന്ന ഒരു ചേഞ്ച് ഓവർ, അയാൾ ഗ്രാമത്തെക്കുറിച്ച് പഠിക്കുന്നത്, ഗ്രാമത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, പിന്നെ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയൊരു ലവ് സ്റ്റോറി, ഒരു ലവ് പോർഷൻസ്, ഇതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ചില സീൻസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുള്ളൊരു വെബ് സീരീസാണ്. ഞാൻ ആക്ച്വലി 2ാമത് ബിഞ്ച് വാച്ച് കണ്ടത് ഈ വെബ് സീരീസ്. കാരണം ഞാൻ ഒരിക്കലും ഒരു സീരീസോ അല്ലെങ്കിൽ സിനിമയോ കണ്ടിട്ട് അത്രയ്ക്ക് നല്ലതല്ലെങ്കിൽ ഞാൻ 2ാമത് കാണാൻ നിൽക്കാറില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മലയാളം ഉൾപ്പെടെ ഒരു 6-7 ലാംഗ്വേജിൽ സോണി ലിവിൽ അവൈലബിൾ ആണ്. ഞാൻ ഹിന്ദി വെർഷനാണ് കണ്ടത്, ഹിന്ദി വിത്ത് സബ് ടൈറ്റിലാണ് കണ്ടത്. മിക്ക സിനിമയും വെബ് സീരീസ് കാണുമ്പോഴും ഒറിജിനൽ വിത്ത് സബ് ടൈറ്റിൽസേ കാണാറുള്ളൂ. അതിന് പ്രത്യേകിച്ച് റീസൺ എന്ന് പറയുന്നത് മലയാളം ഡബിങ് പൊതുവെ നന്നാവാറില്ല. അല്ലെങ്കിൽ നമുക്കൊരു നാച്ചുറലായിട്ട് തോന്നിക്കണ്ടേ ആ സിനിമയെ കാണുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ ആ ഒറിജിനൽ ലാംഗ്വേജ് കാണുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു ഫിനിഷിങ് കിട്ടുന്നത്. ഈ സീരീസിൽ ക്യാരക്ടർ ചെയ്ത എല്ലാവരെയും എനിക്ക് എവിടെയോ കണ്ടുമറന്ന ഒരു ഓർമ്മ പോലാണ് തോന്നുന്നത്. കാരണം നമ്മൾ അത്രയ്ക്ക് ഈ ഒരു സീരീസിലോട്ട് അടുപ്പിക്കുന്നുണ്ട് അവർ. എല്ലാവരും പുതിയ ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഒരു തോന്നൽ എവിടെയും അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ല. അത്രയ്ക്ക് ഈസിനെസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് മൊത്തം.